ഹായ്, ഞാൻ ഷിഫാന. ഫസ്റ്റ് ഞാനിവിടെ വന്നപ്പോൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് എടുത്തതാണ് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം. ഇവിടെ എത്തി കുറച്ച് കാലം ഞങ്ങൾക്ക് അന്ന് കൊറോണൻ്റെ കാരണം കുറച്ച് കാലം ഞങ്ങൾക്ക് ഓൺലൈനിലായിരുന്നു ക്ലാസ് മാത്രം ഞാൻ കാണും, ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യില്ല, ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് കുട്ടികളൊക്കെ വലിയ വലിയ ബുക്കൊക്കെ എടുത്ത് പഠിക്കണേണ്ടത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതെടുത്ത് ചെയ്യാൻ നോക്കി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, ഒന്നും എനിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പകുതി വെച്ച് സാർ എല്ലാവരും ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ സാറിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതിനെയും കാട്ടി നന്നായി വീട്ടിൽ പോയി പഠിക്കും. അങ്ങനെ വിചാരിച്ച് ഞാൻ വീട്ടിൽ പോയി. പിന്നെ അവിടെ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി MBBS മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പം നമുക്ക് അങ്ങനെ എടുക്കാൻ വെച്ചു. അങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ തകർന്നു പോയി. കാരണം റിപ്പീറ്റ് എന്ന് പറയാൻ പോലും അത്രയും കുറഞ്ഞ മാർക്കായിരുന്നു എനിക്ക് അന്ന് കിട്ടിയത്. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയേ പറ്റുമെന്ന്. അങ്ങനെ റിപ്പീറ്റിന് വേണ്ടി ചേർന്നു. അന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഹോസ്റ്റലിൽ നിൽക്കും ഫുള്ളായ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അഡ്മിഷൻ തരുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തു. സാറിൻ്റെ കണ്ടീഷനൊക്കെ ഫോളോ ചെയ്തു. നന്നായി കഷ്ടപ്പെട്ടു, പക്ഷേ എത്താൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി BDSന് പോവാം. ഞാനുമ്മയൊക്കെ ഒരു BDSനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇതേ സീറ്റിൽ ആ ഒരു മൂലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. ഇതേ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഒന്നുകൂടി ചെയ്ത് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പോവാൻ. അങ്ങനെ വിചാരിച്ച് ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ വീണ്ടും യൂണിവേഴ്സൽ തിരഞ്ഞെടുത്തപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ പറഞ്ഞു ഇനി യൂണിവേഴ്സൽ വേണോ, വേറെ ഏതെങ്കിലും നോക്കിക്കൂടെയാണ്. പക്ഷേ ധൈര്യമില്ലായിരുന്നു. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ വീണ്ടും മുങ്ങും. അതിനേക്കാളും നല്ലത് യൂണിവേഴ്സലെ ഹോസ്റ്റൽ തന്നെയാണെന്ന് മനസ്സിലാക്കി വീണ്ടും യൂണിവേഴ്സൽ തന്നെ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നന്നായി ട്രൈ ചെയ്യുക. നമ്മൾ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും, എനിക്കിത് കഴിഞ്ഞിട്ട് നിൽക്കുമോ, എനിക്ക് കല്യാണമൊന്നും വേണ്ടേ, അങ്ങനെ പലരും ചോദിക്കും. അപ്പോൾ ഒക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കുക. എന്നിട്ട് റിസൾട്ട് അറിയുമ്പോൾ ഉണ്ടാവും അന്ന് രാത്രി, എടി എൻ്റെ ഒരു ഫോട്ടോ തരുമോ, നമുക്ക് സ്റ്റാറ്റസ് വെക്കാം, എൻ്റെ മാർക്ക് എത്ര, റാങ്ക് എത്രയൊക്കെ ചോദിക്കുക. ഒരുപാട് പേരുണ്ടാവും. ഞാനും ആ സിറ്റുവേഷനിലൊക്കെ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊക്കെ ഭയങ്കര ആഘോഷമാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വലിയ സംഭവമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും സാറിനോടാണ് താങ്ക്സ് പറയണത്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇവിടുത്തെ ഹോസ്റ്റലാണ്. എന്നെ പോലെ ഒരു ആരെങ്കിലും എടുത്ത് പഠിച്ചോ പറഞ്ഞാൽ മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇത് നല്ല ഉപകാരമായി തോന്നി. പിന്നെ ഇവിടുത്തെ വാർഡന്മാർ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വാർഡന അമ്മയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഇടയിലൊക്കെ അമ്മ വന്നിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിക്കാണ്ട് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. നമ്മൾ മുന്നിലൊന്നും വരില്ല. എന്നിട്ട് അറിയാം വലിയ പരീക്ഷയിൽ എത്ര മാർക്ക് ഉണ്ടായി നോക്കും. ചിലപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ ഞാൻ അന്ന് മുങ്ങും, അന്ന് ചിലപ്പോൾ ഫുഡ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കാനൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡൗൺ ആവും. സത്യം പറഞ്ഞാൽ നല്ലൊരു നെഗറ്റീവ് ആയിരുന്നു, എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാർ ഹോസ്റ്റലിൽ വരും. ഇതേപോലെ അന്ന് സാറിനെ കൊണ്ട് ഹോസ്റ്റലിലെ കുട്ടികളുടെ മുമ്പിൽ സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ എൻ്റെ പേര് മാത്രം പറഞ്ഞു കണ്ട ഒരു ഓട്ടമായിരുന്നു റൂംമേറ്റ്സിൻ്റെ അടുത്തേക്ക്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് സാറിൻ്റെ മുമ്പിൽ പോയി ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആ പ്രോമിസ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ നമ്മൾ ഒന്ന് സീരിയസ്നെസ് വിട്ട് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഉണ്ടാവും. അന്ന് കുറച്ച് നേരം ഉള്ളെങ്കിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ തോന്നും. പിന്നെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും അധ്യാപകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കുറേ പിന്നാലെ നടന്നിട്ടൊക്കെ ഉണ്ട്. AK സാറിനൊക്കെ കണ്ടാൽ തന്നെ അറിയാം, വേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ നോൺ സ്റ്റാഫ്, പിന്നെ ഹോസ്റ്റലേഴ്സ്, ഡ്രൈവർ, പിന്നെ നമ്മൾ അധ്യാപകർ, പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി തന്ന കുക്കറിനോടാണ്. കാരണം അത്രയും ഞാൻ സത്യം എനിക്ക് ഒരു ഫുഡും പറ്റൂല എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഹോസ്റ്റൽ ഫുഡൊക്കെ എനിക്ക് പറ്റി തുടങ്ങി. എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു.